ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 8 ശ്രീകൃഷ്ണ ദർശന വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ബ്രഹ്മാവിന്റെ വിക്രിയ അറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നും അറിയാത്ത മട്ടിൽ ഗോപബാലകരെയും പശുക്കുട്ടികളെയും അന്വേഷിച്ചു നടന്നു. അതിനുശേഷം വിശ്വവിധായകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവ് അപഹരിച്ചു കൊണ്ടുപോയ ഗോപബാലകരെയും പശുക്കുട്ടികളെയും സ്വന്തം ലീലയാൽ യാതൊരു വ്യത്യാസം കൂടാതെ സൃഷ്ടിച്ചു. അങ്ങനെ സൂര്യാസ്തമയത്തോടു കൂടി ഭഗവാൻ എല്ലാ ഗോപബാലകരോടും പശുക്കുട്ടികളോടും കൂടെ നന്ദഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഗോപബാലന്മാർ അതാത് വീടുകളിൽ പ്രവേശിച്ചു. പശുക്കുട്ടികൾ അതാത് ആലകളിലേക്കും പ്രവേശിച്ചു. ഗോപികമാർ സ്വന്തം കുട്ടികളുടെ രൂപത്തിൽ വന്നെത്തിയ കൃഷ്ണനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും പാല് കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗോപികമാരും പശുക്കളും ഭഗവാൻ കൃഷ്ണന്റെ മാതാക്കളായി മാറി. ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത്. അങ്ങനെ 1 വർഷത്തോളം പിന്നിട്ടു. ഒരു ദിവസം ഗോപികമാർക്കും പശുക്കൾക്കും സ്വന്തം ശിശുക്കളോടുള്ള സ്നേഹാധിക്യം കണ്ട ബലരാമൻ അത്ഭുതപ്പെട്ടിട്ട് ഇപ്രകാരം ചിന്തിച്ചു: 1 വർഷത്തോളം ഇവിടെ എന്താണ് നടക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും എല്ലാവർക്കും സ്നേഹം വർദ്ധിച്ചു വരുന്നു. ഇനി ഇത് ആരുടെയെങ്കിലും മായയാണോ? തുടർന്ന് ബലരാമൻ കണ്ണടച്ച് തന്റെ ദിവ്യദൃഷ്ടിയാൽ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ നോക്കിക്കണ്ടു. അപ്പോൾ ബലരാമന് മുഴുവൻ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് കാണാൻ സാധിച്ചു. ഗോവർദ്ധനത്തിന്റെ വടക്കുവശത്തും യമുനയുടെ തെക്കുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം മുഴുവൻ കൃഷ്ണമയമായി ബലരാമൻ കണ്ടു. ബലരാമൻ തന്റെ അനുജന്റെ സമീപത്തേക്ക് ഓടിച്ചെന്ന് കൃഷ്ണനെ പ്രശംസിച്ചു. അപ്പോഴേക്കും ബ്രഹ്മാവ് അവിടെ എത്തിച്ചേർന്നു. പശുക്കുട്ടികളെയും ഗോപബാലരെയും അതോടൊപ്പം ബലരാമനെയും ശ്രീകൃഷ്ണനെയും ബ്രഹ്മാവ് കണ്ടപ്പോൾ ഇപ്രകാരം ചിന്തിച്ചു: താൻ ഒളിപ്പിച്ചു വെച്ച ഗോപബാലകരെയും പശുക്കുട്ടികളെയും ശ്രീകൃഷ്ണൻ കൊണ്ടുവന്നതായിരിക്കുമോ? തുടർന്ന് ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപബാലകരെയും ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അവരെല്ലാം അവിടെ തന്നെ കിടന്നുറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അത് കണ്ട ബ്രഹ്മാവ് വീണ്ടും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു. പഴയതുപോലെ കണ്ട ബ്രഹ്മാവ് അത്യന്തം വിസ്മിതനായി തീർന്നു. കൃഷ്ണന്റെ മായയിൽപ്പെട്ട ബ്രഹ്മാവിന് സ്വന്തം ശരീരം പോലും ദർശിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യന് മുൻപിൽ ബ്രഹ്മാവ് ഒരു മിന്നാമിനുങ്ങായി മാറി. ബ്രഹ്മാവ് ഇപ്രകാരം മോഹത്തിൽപ്പെട്ട് കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃപാപൂർവം സ്വന്തം മായയെ പിൻവലിക്കുകയും തന്റെ രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന് എല്ലാ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും വിഷ്ണു രൂപത്തിൽ ശംഖചക്ര ഗദാ പത്മധാരികളായി കാണാൻ സാധിച്ചു. അത് കണ്ട ബ്രഹ്മാവ് നിശ്ചലനായി. ഭഗവാൻ മായയെ പിൻവലിച്ചപ്പോൾ ബ്രഹ്മാവ് നിദ്രയിൽ നിന്നും ഉണർന്ന് പ്രകൃതി രമണീയമായ വൃന്ദാവനം ദർശിച്ചു. അവിടെ ഏകനായ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട പശുക്കുട്ടികളെയും ഗോപബാലകരെയും തിരയുന്നതായി ബ്രഹ്മാവ് കണ്ടു. ശ്രീകൃഷ്ണനെ പ്രസന്നനാക്കുവാൻ ബ്രഹ്മാവ് തലകുനിച്ചുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു. തുടർന്ന് ബ്രഹ്മദേവൻ ഗദ്ഗദ കണ്ഠത്തോടെ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 8ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.